ആപ്കി അദാലത്തിൽ രാമന്റെ കഥ പറയുന്ന മുരാരി ബാപ്പുവിന്റെ മേലുള്ള കുറ്റാരോപണം കഥ പറയുന്നു എന്ന രീതിയിൽ സ്റ്റണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാപ്പു, താങ്കളെ ഈ ലോകത്ത് ധാരാളം വ്യക്തികൾ വളരെ ഭയത്തോടും ബഹുമാനത്തോടും ആണ് കാണുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ താങ്കൾ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ള സ്വാമിമാർക്ക് ദേഷ്യം. ചില സമയത്ത് ട്രാൻസ്ജെൻഡറുകളോട് കഥ പറയുന്നു, മറ്റു ചില സമയങ്ങളിൽ സെക്സ് വർക്കേഴ്സിനോട് കഥ പറയുന്നു, പിന്നെ മുസ്ലിംസിനോടും കഥ പറയുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹിന്ദു മതത്തിനാണ് അതിന്റെ ആപത്തെന്ന്. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞെങ്കിൽ ഇത് സ്റ്റണ്ടൊന്നുമല്ല. പറിച്ചെടുത്ത് ഒതുക്കി വെച്ച് നിരാകരിക്ക ചെയ്ത ലാസ്റ്റ് എൻ്റെ ഒരു സ്റ്റാൻഡാണത്. സ്റ്റണ്ടൊന്നുമല്ല, അത് മനസ്സിലാക്കണം. എൻ്റെ മുഴുവൻ പാരമ്പര്യവും ഒരൊഴുകുന്ന ആറ് പോലെ തന്നെയാണ്. ഞാനും മുഴുകിക്കൊണ്ടിരിക്കുക. ആരെയും ദേഷ്യപ്പെടുത്തി നോക്കാനുള്ള ഒരാവശ്യം എനിക്കില്ല. പിന്നെ എൻ്റെ രാമൻ്റെ ചരിത്രത്തിൻ്റെയൊക്കെ കഥ എന്താന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെന്താണെന്നും വെച്ചാൽ മാറ്റാനായിട്ട് ശ്രമിക്കരുത്. അത് ഏറ്റെടുക്കാൻ ശ്രമിക്കണം നമ്മൾ. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കാനുള്ള മനസ്സും കൊണ്ടാണ്. ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം താങ്കൾ ജംഷഡ്പൂരിൽ വെച്ച് യാ അള്ളാ എന്ന് പറഞ്ഞെന്നാണ്. അവിടെയുള്ള ഒരു സന്യാസി ചോദിച്ചു, ഇദ്ദേഹത്തിന് രാമന്റെ കഥ അള്ളാഹു ആണോ പഠിപ്പിച്ചു കൊടുത്തതെന്ന്. ഇപ്പൊ നാട്ടിലൊക്കെ സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാനായിട്ട്. പിന്നെ പുരോഹിതന്മാർക്കൊക്കെ ഒരു റൂൾസോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊന്നും ഇരിക്കണമെന്ന് ഒരു ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദൈവത്തിനും പിന്നെ അള്ളാഹുവിനും ആരോ ആണ് ഈ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. നമ്മുടെ മഹാത്മാഗാന്ധി പോലും ഈശ്വർ അല്ല എന്നാണ് പറഞ്ഞേ. കാരണം ഒരു പാരമ്പര്യ കാര്യം നോക്കി വിശ്വാസത്തിന്റെ വിളിയാണത്. ചിലർ അള്ളാഹു എന്നും പറയും, ചിലർ ഈശ്വര എന്നും പറയും. പിന്നെ എന്റെ നോട്ടം എന്താന്ന് വെച്ചാൽ ഇതൊന്നും അല്ല, ഒരിക്കലും അല്ല. കാരണം അള്ളാഹു എന്നും പറഞ്ഞ് മറ്റുള്ളവരെ വിളിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. അള്ളാഹു എന്നും പറഞ്ഞ് ഇത് സംഭവിക്കണം, അള്ളാഹു എന്നും പറഞ്ഞ് ഇത് സംഭവിക്കാൻ പാടില്ലെന്ന്. അദ്ദേഹം സ്റ്റണ്ട് എന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ സെക്സ് വർക്കേഴ്സിന് രാമന്റെ കഥ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അയോധ്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്നതുകൊണ്ട് അവിടെയുള്ള മറ്റ് സന്യാസിമാർക്ക് ദേഷ്യം തോന്നാതിരിക്കുമോ? ചില പേര് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും. പക്ഷേ അവരെയൊക്കെ നടുക്ക് നിർത്തി ചിലർക്കൊക്കെ ഞാൻ രാമന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പിന്നെ തുളസിദാസ് അദ്ദേഹം വേശികൾക്കൊക്കെ ഒരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി തന്നെ. പിന്നെ രാമന്റെ ചരിത്രകഥയിൽ എനിക്കൊരു സംഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ രാമന്റെ ചരിത്രകഥ ഏത് അയോധ്യയിലാണോ ഉണ്ടായത്, 1631. ആ കാര്യത്തിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഇത് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അയോധ്യ വലിയൊരു മോക്ഷത്തിന്റെ നഗരമാണ്. നമ്മുടെ മോക്ഷത്തലങ്ങളൊക്കെ എന്തോരം ഉണ്ടോ എനിക്കറിഞ്ഞെല്ലാം ആദ്യത്തെ സ്ഥലം അയോധ്യയ്ക്ക് തന്നെയാ. കാരണം ആ രക്ഷിക്കപ്പെട്ട ആ സ്ഥലം, അതായത് ആ ഭൂമി വളരെ പുണ്യപ്രവൃത്തിയുള്ള സ്ഥലമാ. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ഈ കഥ അവിടെ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അതായത് അയോധ്യയുടെ കറ പറയുന്ന ഒരു വ്യക്തി മെഹൻ പവൻദാസ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയോധ്യയിലേക്ക് വേശ്യകളെ കൊണ്ടുവന്ന് ആ നഗരത്തിന്റെ പവിത്രത കളഞ്ഞുവെന്ന്. ഗംഗയിൽ ആരെങ്കിലും അഴുക്ക് തുണിയിട്ട് കുളിക്കാനായിട്ട് പോയാൽ ആ അഴുക്ക് പോലും മാറിപ്പോകും. ഗംഗ ഒരിക്കലും നശിക്കത്തേയില്ല. മുരാരി പാപ്പു കാരണം വേശ്യ സഹോദരികൾ വന്നതുകൊണ്ട് അയോധ്യ അവിടെ പവിത്രം പോയെന്ന് പറയുമ്പോൾ അയോധ്യ എന്ന് പറയുന്നതിന് പിന്നെ എന്താ അർത്ഥം? ഇത് അഭിനന്ദിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമൊന്നുണ്ട്. താങ്കൾ വേശ്യകളെ ഗുരു എന്ന് വിളിക്കുന്നു, നല്ല ശകുനമാണെന്ന് പറയുന്നു. അതെ, വേശികളെ ശാസ്ത്രത്തിൽ ശകുണമെന്നൊക്കെയാ പറയുന്നേ. വേശികളെതിരെ വന്നാ നല്ല ശകുനമാന്നാ പറയുന്നേ. പിന്നെ ശ്രീമദ് ഭാഗവത് ജി 24 ഗുരുദത്താണ് പറഞ്ഞത്. അതീന്നൊരു വേശിയെ അദ്ദേഹം ഏറ്റെടുത്തു. അവരൊക്കെ അവരുടെ ഗുരുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് സമയമായിട്ട് ആരെയും കണ്ടില്ല. അപ്പൊ അവരുടെ മനസ്സ് മാറി. ഇത്രയും സമയം ദൈവത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത്, എപ്പോഴോ കിട്ടേണ്ടതാണല്ലോ എന്ന് അവർ കരുതിയേ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ദത്ത അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിനെ ഗുരുവായിട്ടെടുത്തു. ഇത് തന്നെയാണ് അവരും പറയുന്നത്. ഒരുപക്ഷെ താങ്കൾ വേശ്യകളെ ഗുരുവായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ, അവരെ പുകഴ്ത്തുന്നത് പോലെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, സമൂഹത്തിൽ അവരെ അംഗീകരിക്കണമെന്ന് പറയുകയാണെങ്കിൽ താങ്കൾ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് പോവുക. അയോധ്യയിലേക്ക് എന്തിനു കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുന്നു.
റെഡ് ലൈറ്റ് ഏരിയയ്ക്കാണ് ഞാൻ ആദ്യം പോയത്. പിന്നെയാണ് അയോധ്യ. ആദ്യം ഞാൻ പറഞ്ഞത് താങ്കൾ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് പോയത് ഒരു വലിയ സ്കാൻഡലായിട്ട് മാറിയല്ലോ. അതെന്തോ സത്യവാ. ഞാൻ പോയ കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം നിങ്ങൾക്ക് എന്താന്ന്. ഞാൻ ആ സ്ഥലത്തിലോട്ട് പോയി. അവിടെ ഒരാൾ നല്ലപോലെ മദ്യപിച്ചിരുന്നു. അദ്ദേഹം എന്നെ കറക്റ്റായിട്ട് അടയാളം കണ്ടെത്തി. പിന്നെ യാദർച്ഛികമായിട്ട് അദ്ദേഹം ഒരു ഗുജറാത്തിയായിരുന്നു. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രാജ്കോട്ടിൽ ഞാൻ നിങ്ങളുടെ കാലി വീണു, കറക്റ്റ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഞാൻ എത്രയൊക്കെ വേണ്ട വേണ്ട നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞിട്ടും പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചകത്തോട്ട് വന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മാത്രമല്ല റെഡ് ലൈറ്റ് ഏരിയയിലോട്ട് പോയത്, മുരാരി ബാബു ഇവിടെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടിയില്ലേ, ഞങ്ങളെ വഴക്ക് പറയുന്ന വ്യക്തി തെരുവിൽ ചുറ്റിക്കറങ്ങുകയാണെന്ന്. അദ്ദേഹം തെരുവിലേക്ക് വരുന്നത് ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്ത് വേണമെങ്കിലും പറയാലോ, പക്ഷെ എനിക്കറിയാം ഞാൻ എൻ്റെ പണിക്ക് പോയതല്ല, ഞാൻ ശ്രീരാമന്റെ പണിക്ക് വേണ്ടി പോയതാണ് അവിടെ. പക്ഷേ പ്രധാനപ്പെട്ട വ്യക്തികളും സന്യാസിമാരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അയോധ്യയിൽ എവിടെയാണോ ശ്രീരാമന്റെ അമ്പലമുള്ളത്, എവിടേക്കാണോ ശ്രീരാമന്റെ ഭക്തന്മാർ വരുന്നത്, അവിടെ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സ്റ്റണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ? ഒരുപക്ഷെ രാമൻ രക്ഷപ്പെടാനായിട്ട് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ സ്റ്റണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് രാമന്റെ സ്റ്റണ്ടാണെങ്കിൽ നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്നാ തുളസിദാസ് സ്റ്റണ്ട് അടിച്ചിട്ടുണ്ട്. തുളസിദാസിന്റെ വഴി പോകുന്ന മുരാരി ബാബു സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാമ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരെ കൊണ്ടെങ്കിലും പറയാൻ കഴിയോ? രാമന്റെ അവതാര പണിയാണ് തുളസി എന്ന് പറയുന്നത്, പുണ്യപ്രവൃത്തി. എന്റേതോ സാധാരണ പണി. മറ്റൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഒരുപക്ഷേ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാശ്മീരിലേക്ക് പോയി അത് തീവ്രവാദികളോട് കാണിക്കാമല്ലോ എന്ന്. നല്ല കാര്യമല്ലേ അത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും നന്നാക്കാൻ വന്നതല്ല, ഏറ്റെടുക്കാനാ. പിന്നെ എന്നെ കാശ്മീരിലോട്ട് വിളിച്ചാൽ ഈ ആപ്കി അദാലത്തില് ജനങ്ങളുടെ എതിരെ, ഈ രജിത് സാറിന്റെ എതിരെ ഞാൻ വാക്ക് നൽകുക, കാശ്മീരിലോട്ട് പോകാൻ ഞാൻ മടിക്കില്ല. മുരാരി ബാപ്പു അവിടെ യുവാക്കൾക്ക് ട്രെയിനിങ് നൽകാറുണ്ട്. ജിഹാദിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. നോക്കൂ, തഥാ തഥിക് മതം പേടികളും ചലനങ്ങളും കാണിച്ചാണ് അവരുടെ മതത്തിനെ പ്രചാരണം ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയത്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. 55 വർഷമായിട്ട് ഞാനുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ടാണ് ഞാൻ ഇക്കാര്യം തീരുമാനിച്ചെടുത്തത് തന്നെ. ഇന്നത്തെ ചെറുപ്പക്കാര് ധൈര്യം എന്ന് വെച്ചാൽ എന്താ, കരുണ എന്ന് വെച്ചാൽ എന്താ, ഇന്ന് അവരുടെ പ്രവൃത്തി വെച്ച് നമുക്കതൊക്കെ നോക്കാൻ കഴിയും. വലിയ മനസ്സ് ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ചെറുപ്പക്കാരാലോചിച്ചോണ്ടിരിക്കുക. താങ്കൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ, അതോ ശ്രമിച്ചിട്ടുണ്ടോ, പാകിസ്ഥാനിലേക്ക് പോയി ഇമ്രാൻഖാൻ, നവാസ് ഷെരീഫ് അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവരോട് ശ്രീരാമൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ? എന്റെ രാമന്റെ കഥ ഇന്ത്യയിലെ MBC തന്നെ കേട്ടിട്ടില്ല, പിന്നെ അവരെങ്ങനെ കേൾക്കാനാ നിങ്ങൾ ഈ പറയുന്ന പോലെ? ആദ്യം ഇവരാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ വ്യാസപീഠം രാജപീഠത്തിലോട്ടാക്കുന്നെന്ന്. ഇവരെയൊക്കെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം ഇവരെല്ലാവരും താങ്കളെ അംഗീകരിച്ചതാണ്. മോദിജി എപ്പോഴും താങ്കൾക്ക് വളരെ ബഹുമാനം നൽകുന്നുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് ഒരാളെക്കുറിച്ച് മാത്രമല്ല. പക്ഷേ ആരാണോ രാമന്റെ പേരിന് പേടിക്കുന്നത്, ഞാൻ അവരെക്കുറിച്ചാ സംസാരിക്കുന്നത്. ഞാൻ പാകിസ്ഥാനിലോട്ട് പോകണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പല വർഷമായിട്ടും പറയുന്നത്. പാകിസ്ഥാനിലോട്ട് പോകാൻ എനിക്കൊരു മടിയുമില്ല. വ്യാസപീഠത്തിന്റെ, രാജപീഠത്തിന്റെ. അപ്പോൾ എന്തുകൊണ്ടാണ് പോകാൻ സാധിക്കാത്തത്? ഇപ്പൊ അവസ്ഥ അങ്ങനെയാണുള്ളത്. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കറാച്ചിയിൽ നിന്നൊക്കെ ഒരു വിളി വന്നിരുന്നു. ലാഹോരിൽ നിന്ന് ഒരു വിളി വന്നതാണ്. രാമന്റെ ചരിത്രകഥയിൽ എഴുതിയ പോലെ ജോഗ്ലഹൻ ഗ്രഹഭാരതിന്ന് ഈ 5 ഒരുമിച്ചിരുന്നാൽ അപ്പോ തീർച്ചയായിട്ടും ഞാൻ അവിടെയും കഥ പറയാൻ പോകും. താങ്കൾ എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും അവരെ അംഗീകരിക്കാമെന്നാണോ? കാരണം താങ്കളല്ല അവരെ മാറ്റാൻ പറ്റില്ല. നന്നാക്കുന്നത് എന്റെ മിഷനല്ല. ഞാൻ സ്നേഹത്തോടെ 2 കൈ നീട്ടിപ്പിടിക്കും. രാമൻ സുഗ്രീവനു വേണ്ടി നീട്ടിയ പോലെ, വിഭീഷണന് വേണ്ടി നീട്ടിയതുപോലെ, ഈ നാട്ടിലെ വഞ്ചി തൊഴിയുന്നവർക്ക് വേണ്ടി നീട്ടിയതുപോലെ, വെറും പാറകൾക്ക് വേണ്ടി നീട്ടി, അസുരന്മാർക്ക് വേണ്ടി നീട്ടി. രാമൻ ഒരു ആജാനബാഹു, വ്യാസ്പീഠിന്റെ കൈകളും ഒരു ആജാനബാഹുവാണ്. ഞാൻ അവരെ സ്വീകരിക്കും, സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ ഉപദേശിക്കാൻ വേണ്ടി പോകുന്നതല്ല, സ്നേഹത്തിന് വേണ്ടി പോകുന്നതാ. അതായത് താങ്കൾ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാണ്, ഇതിനെപ്പറ്റി വലിയ ചർച്ചകളൊക്കെ സംഭവിക്കും, താങ്കൾ കല്ലറയിലേക്ക് പോയി രാമന്റെ കഥ പറഞ്ഞെന്നും പറയും.
ബനാറസിൽ ഞാൻ ഒരു വട്ടം പറഞ്ഞതാ, നോക്കൂ ഇതുപോലത്തെ കഥ എവിടെ സംഭവിക്കണോ അവിടെ തന്നെ സംഭവിക്കുള്ളൂ. അയോധ്യയിൽ സംഭവിച്ച പോലെ, പിന്നെ കല്ലറകളിൽ സംഭവിച്ചതുപോലെ. അയോധ്യ, ബനാറസ്, കാശിലൊക്കെ വലിയ കല്ലറകളുണ്ട്. അവിടെ വിശ്വനാഥത്തിന്റെ കിരീടമാണ് കല്ലറയിലൊക്കെ ഉള്ളത്. അപ്പൊ എവിടെയാണോ തുടർന്ന് ആ കിരീടം ചെയ്യുന്നത് അവിടെയാണ് ആ കല്ലറകളും ഉണ്ടാവുന്നത്. താങ്കൾ ഇതാണോ പറഞ്ഞു വരുന്നത്? കാശി വിശ്വനാഥന്റെ അമ്പലത്തിൽ പോയി പറയാത്ത കഥ താങ്കൾ കല്ലറയിൽ പോയി പറയുന്നാണോ പറഞ്ഞു വരുന്നത്? വിശ്വനാഥിൽ ആദ്യം നിങ്ങൾ ആ സ്ഥലം ഉണ്ടാക്കണം. അവിടെ ചുറ്റിനും കുറച്ച് സ്ഥലമുണ്ടാക്കണം. ജനങ്ങൾ അവിടെ ഇരുന്ന് കഥ കേൾക്കാനായിട്ട് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, നല്ല വലിയ സ്ഥലങ്ങളില്ല. ഒന്നതിനെ ശുദ്ധീകരിക്കൂ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ താങ്കളുടെ ഒരു വീഡിയോ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. താങ്കൾ പറഞ്ഞിരിക്കുകയാണ് നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് കുടിക്കുക. ഇതാ നോക്കിയേ സാറേ, ഇതൊക്കെ ഇന്നത്തെ ടെക്നോളജിയുടെ പ്രശ്നങ്ങളാണ്. മീഡിയ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അവര് മുന്നും പിന്നും പറഞ്ഞ കാര്യങ്ങൾ എടുത്തോണ്ട് എഡിറ്റ് ചെയ്ത് ഏത് കാര്യത്തിനാണോ കൂടുതൽ ചർച്ച വരുന്നത് ആ ക്ലിപ്പ് മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. അവരൊന്ന് ഞാൻ ആദ്യം പറഞ്ഞതും പിന്നീട് പറഞ്ഞതും കൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കുവാണെങ്കിൽ അത് മനസ്സിലായേനെ. അതിൽ നല്ലപോലെ ജീവിക്കൂ, കുടിക്കാൻ പറഞ്ഞു ചോദിക്കുവാണെങ്കിൽ അറിയാം. ധന്യാസ്തൈ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. രാമന്റെ പേരാണ് ഇവിടെ, രാമന്റെ പേരാണ് സോമനാമാതീർത്ഥം. കാരണം തുളസി രാമസോമൻ എന്നാണ് പറഞ്ഞേ. കാരണം ഞാൻ ആദ്യവും പിന്നീട് എന്താ പറഞ്ഞെന്നറിയാണ്ട് നല്ലപോലെ ജീവിക്കൂ കുടിക്കൂ എന്ന് അർത്ഥമെടുത്തത് ജിയോന്നും പറയാൻ ഇപ്പൊ പ്രശ്നമല്ലേ? അതിനെന്ത് ചെയ്യാനാ? ബാപ്പു ഏതോ ഒരു കമ്പനിക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യുക. പറയൂ, ഞാൻ എങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സന്ദർഭം വന്നിരിക്കുകയാണ്. ഞാൻ ശരിക്കും എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ കുടിക്കണം. ഇപ്പോഴൊക്കെ നിങ്ങൾ എന്താണോ കുടിക്കുന്നത് കാണാണ്ട് പോയേക്കും. ഇങ്ങനെ ജീവിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കലിയുഗത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ സത്വഗുണം മുഴുവനും തീരുന്ന അവസ്ഥയിലാണുള്ളത്. രജോ ഗുണം മാത്രമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ തമോ ഗുണം കൂടിപ്പോയി. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനും വഴക്ക്. ഇതുകൊണ്ട് ഇപ്പോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗുണത്തിനൊക്കെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ജീവിച്ചേ പറ്റൂ. ഇതൊരു വലിയ ഭൂമി തന്നെയാണിത്, വലിയ ഭൂമിയാണിത്. അതിന് നമുക്ക് കിട്ടിയ ഈ ജീവിതം നമ്മൾ നല്ല പോലെയാണ് ജീവിക്കേണ്ടത്. ബാപ്പുജി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ 1 വർഷത്തിനു മുമ്പ് കല്ലറയിൽ ഒരു ജോഡിയെ കല്യാണം കഴിപ്പിച്ചു. ഇതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ശിവനും പാർവതിയും എപ്പോഴും കല്ലറയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവര് വിശ്വത്തിന്റെ ആദ്യ ദമ്പതിയാണ്. ശ്മശാനി സ്വയം ക്രീഡ, അത് ക്രീഡത്തിന്റെ മൈതാനമാണെന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ എഴുതിയിട്ടുള്ള. അതുകൊണ്ട് ഒരു ജോഡി തന്നെ എൻ്റെ അടുത്ത് വന്ന്, ബാബു ഞങ്ങള് കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കല്ലറയുടെ മുമ്പില്. നിങ്ങളുടെ അടിസ്ഥാനത്ത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പറയുന്നത്. ഞാൻ ശരിയെന്നാ പറഞ്ഞത്. അവരായിട്ട് തന്നെ വന്ന് ഈ ശിവന്റെ വഴി തന്നെ പോണോന്ന് വിചാരിക്കുമ്പോ അത് നല്ലതിനല്ലേ. അവര് വന്നു. ഒരു ബ്രാഹ്മണൻ പോലും ആ കല്യാണത്തിലോട്ട് വന്ന് ഞാൻ ഈ കല്യാണത്തിൽ മന്ത്രം വായിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാനതിൽ എനിക്കൊരു പ്രശ്നമില്ലെന്നാ പറഞ്ഞേ. ഞാനതിന് സാക്ഷിയായിരുന്നു. ഇപ്പോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് അവർ നല്ല രീതിക്കാ കുടുംബം നടത്തുന്നത്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ജോഡികളുടെ കുടുംബം നന്നായി തന്നെ ഇരിക്കണമെന്ന്. താങ്കൾ യുവാക്കളെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ? അതായത് അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കാൻ പാടില്ല, കല്ലറയിൽ നടത്തുമെന്ന്? കല്ലറ വലിയ അമ്പലമാണ്. കല്ലറ എനിക്കറിഞ്ഞ് ഏറ്റവും വലിയൊരു ശിവന്റെ അമ്പലം, പുണ്യസ്ഥലമാണത്. ഞാൻ എല്ലാവരെയും അവിടെ ചെന്ന് കല്യാണം കഴിക്കാനല്ല പറയുന്നത്. ഒരാൾ ധൈര്യമായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ? ഇതിലെന്ത് തെറ്റുണ്ടെന്ന് പറയണം. താങ്കൾ പറഞ്ഞ ധൈര്യത്തിലാണ് അത് ചെയ്യുന്നത്. ഞാൻ അവരെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചതല്ല. അവർ വന്നു, ഞാനത് ചെയ്തു വെച്ചു, അത്രേ ഉള്ളൂ. ഞാൻ തന്നെ പോയി നന്നായി വരുമെന്ന് ആശംസിച്ചു.